ഹലോ, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോ ഒരു ക്ലീനിങ് മോട്ടിവേഷൻ വീഡിയോ ആണ്. അതായത് നമ്മുടെ വീട്ടിൽ ആവശ്യത്തിൽ കൂടുതൽ ക്ലട്ടർ ഉണ്ടോ, അതായത് ആവശ്യത്തിൽ കൂടുതൽ സാധനങ്ങളുണ്ടോ എന്നറിയാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യും, അതിനുള്ള കുറച്ച് സയൻസ് എന്തൊക്കെയാണ്, ഇതൊക്കെ ഡിസ്കസ് ചെയ്യുന്നൊരു വീഡിയോ ആണ്. എന്തായാലും ഹെൽപ്ഫുൾ ആയിരിക്കും. നമ്മൾ കൺഫ്യൂസ്ഡ് ആണെങ്കിൽ, പിന്നെ സാധനങ്ങൾ ഒഴിവാക്കാൻ ഒരു മോട്ടിവേഷൻ ഇല്ല എന്നുണ്ടെങ്കിൽ ഈ വീഡിയോ ഒരു ഹെൽപ്ഫുൾ ആയിരിക്കും എന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പോൾ നമുക്ക് എന്തായാലും വീഡിയോ കണ്ടു നോക്കാം. നമ്മൾ കൂടെ ഡീക്ലട്ടറിങ് ചെയ്താൽ മാത്രമേ വീട് ഓർഗനൈസ്ഡ് ആയിട്ട് ഇരിക്കുകയുള്ളൂ. നമ്മുടെ വീട് ഓർഗനൈസ്ഡ് ആണെങ്കിൽ നമ്മുടെ ലൈഫും ഓർഗനൈസ്ഡ് ആവാൻ വേണ്ടിയിട്ട് അത് ഹെൽപ്പ് ചെയ്യും. അപ്പോൾ അതിൻ്റെ ഒന്നാമത്തെ സ്റ്റെപ്പാണ് നമ്മുടെ വീട് ക്ലട്ടേർഡ് ആണോ എന്ന് നമ്മൾ തിരിച്ചറിയുന്നത്. ഓർഗനൈസ്ഡ് അല്ല എന്നുണ്ടെങ്കിൽ ഓർഗനൈസ്ഡ് ആക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ട്രൈ ചെയ്യണം. അതൊരു ഹാബിറ്റാക്കി മാറ്റണം. അതുപോലെ ഡീക്ലട്ടറിങ് എന്ന് പറഞ്ഞാൽ ഒരു പ്രാവശ്യം ചെയ്യേണ്ട കാര്യമല്ല, അതൊരു ഹാബിറ്റായിട്ട് ചെയ്യേണ്ട കാര്യം. ഒന്നാമത്തെ കാര്യം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ഫ്ലോർ സ്പേസ് നമ്മളൊരു സ്റ്റോറേജ് സ്പേസായി മാറ്റും. അപ്പോൾ ആദ്യം നമ്മൾ വാർഡ്രോബിലും ഉള്ള സ്പേസിലെല്ലാം വെച്ചതിന് ശേഷം പിന്നെ നമുക്ക് സ്ഥലം തികയാണ്ട് വരുമ്പോൾ നമ്മൾ നമ്മുടെ ഫ്ലോറിലോട്ട് സാധനങ്ങൾ ഇടാൻ തുടങ്ങും. അപ്പോൾ ഇത് അതിൻ്റെ ഒരു സൈനാണ്. അപ്പോൾ നമ്മുടെ സാധനങ്ങൾ ഫ്ലോറിൽ കിടന്ന് നിറയെ ഡസ്റ്റ് പിടിക്കാനും അതുപോലെ അങ്ങനെ ഡസ്റ്റ് പിടിച്ച് പിന്നെ കൂടുതൽ കൊതുക് വരാനും ഇൻസെക്ട്സ് വരാനും ഒക്കെ കാരണമാവും. അപ്പോൾ നമ്മൾ ഡീക്ലട്ടറിങ് ചെയ്യുകയും ഓർഗനൈസ്ഡ് ആയിട്ട് ഇരുന്നില്ലെങ്കിൽ ഇതുപോലുള്ള ഒരുപാട് പ്രശ്നങ്ങൾ വരും. അപ്പോൾ നമ്മൾ ഫ്ലോറ് ക്ലീൻ ചെയ്യാൻ ബുദ്ധിമുട്ടാവും നിറയെ സാധനങ്ങൾ വരുമ്പോൾ. അതുപോലെ നമ്മൾ പുറത്തുനിന്ന് അകത്തോട്ട് വരുമ്പോഴത്തേനും വീട് മൊത്തം ക്ലട്ടേർഡ് ആയിട്ട് കിടക്കുന്നത് കാണുമ്പോൾ നമ്മുടെ മൂഡ് തന്നെ ഔട്ടാവാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ നമ്മൾ മാക്സിമം ഇങ്ങനെയൊന്നും ചെയ്യാതെ ആവശ്യമില്ലാത്ത സാധനങ്ങൾ ഒഴിവാക്കുക. അപ്പോൾ തന്നെ ഈ ഫ്ലോറിൽ കിടക്കുന്ന പരിപാടിയെല്ലാം നമുക്ക് ഒഴിവാക്കാൻ പറ്റും. പിന്നെ നമുക്കൊരു കാര്യം എപ്പോഴും ഫീൽ ചെയ്യുന്നതാണ്, നമുക്ക് ക്ലീൻ ചെയ്യാൻ സമയമില്ല എന്നുള്ളത്. പെട്ടെന്നൊരു ഗസ്റ്റ് വന്നാൽ നമ്മൾ അത്രയും സ്ട്രെസ്സായി പോവുകയും ചെയ്യും. അത് എങ്ങനെയൊന്ന് പ്രസൻറ്റബിൾ ആക്കി മാറ്റാൻ നമുക്ക് കഴിയാൻ പറ്റില്ല. അതുപോലെ ഒരുവിധം എല്ലാ സ്ഥലങ്ങളും ഇങ്ങനെ ക്ലട്ടേർഡായിട്ട് കിടക്കുന്നത് കാണാം. അതുകൊണ്ട് തന്നെയാണ് ആവശ്യത്തിൽ കൂടുതൽ സാധനങ്ങൾ ഉള്ളതുകൊണ്ടാണ് നമുക്ക് ഓർഗനൈസ്ഡ് ആക്കി വെക്കാൻ പറ്റാത്തത്. അപ്പോൾ ഇത്രയധികം സാധനങ്ങൾ വരുമ്പോൾ നമുക്ക് ഓരോ ഐറ്റത്തിനും ഓരോ സ്പേസ് അങ്ങനെ കൊടുക്കുമ്പോഴാണ് ഓർഗനൈസ്ഡ് ആവുന്നത്. അത് ചെയ്യാൻ പറ്റില്ല, കാരണം നമുക്ക് സ്റ്റോറേജ് സ്പേസിനേക്കാളും കൂടുതൽ സാധനങ്ങൾ നമ്മുടെ കയ്യിൽ ഉണ്ടാവും. അപ്പോൾ നമ്മൾ ആകെ സ്ട്രെസ്ഡ് ഔട്ട് ആവും, ഓവർവെൽംഡ് ആവും. അപ്പോൾ ഇതൊക്കെ മാറ്റണം എന്നുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ആവശ്യമില്ലാത്ത സാധനങ്ങൾ കുറച്ചേ കഴിയുള്ളൂ. അപ്പോൾ ഇങ്ങനത്തെ ഒരു ബുദ്ധിമുട്ടുണ്ടെങ്കിൽ, നമുക്ക് ക്ലീൻ ചെയ്തിട്ടും സമയം തീരണില്ല എന്നുണ്ടെങ്കിൽ എന്തായാലും നമുക്ക് ആ സാധനങ്ങൾ ആവശ്യത്തിൽ കൂടുതൽ ഉണ്ടെന്ന് മനസ്സിലാക്കാം. എത്ര ഓർഗനൈസേഴ്സ് വാങ്ങിച്ചാലും നമുക്ക് തികയില്ല. നമുക്ക് വീണ്ടും വാങ്ങണമെന്ന് തോന്നും. ആമസോൺ കാണുമ്പോഴത്തേനും നമ്മളെപ്പോഴും ഇത് അന്വേഷിച്ചുകൊണ്ടിരിക്കും, എങ്ങനെ നമ്മളിത് ഓർഗനൈസ്ഡ് ആക്കിയെടുക്കാം. നമ്മുടെ സാധനങ്ങളൊക്കെ എപ്പോഴും മെസ്സിയായി കിടക്കുമ്പോൾ ഇത് ഓർഗനൈസ്ഡ് ആവുന്നില്ലല്ലോ. നമ്മൾ ഏത് ഓർഗനൈസർ വാങ്ങിച്ചാലാണ് നമുക്ക് വൃത്തിയാക്കിയെടുക്കാൻ പറ്റുക. നമ്മൾ വീണ്ടും ട്രേസ്, പിന്നെ അതുപോലെ സ്റ്റോറേജുള്ള ബെഡ് നോക്കും, സോഫ നോക്കും, പല ടേബിൾസ് നോക്കും, വേറെ എന്തെങ്കിലും വുഡൻ ഷെൽഫ് വെച്ചാലോ എങ്ങനെ വെച്ചാലും ഓർഗനൈസേഴ്സ് നമുക്ക് തികയില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ നമുക്ക് ആവശ്യത്തിൽ കൂടുതൽ സാധനങ്ങളുണ്ട്, നമ്മൾ ഡീക്ലട്ടറിങ് ചെയ്യുന്നില്ല. അപ്പോൾ നമുക്ക് ഒരിക്കലും ഇത് ഒതുക്കിയാലും തീരില്ല. അപ്പോൾ നമ്മൾ കോൺസ്റ്റൻ്റ്ലി ഓർഗനൈസേഴ്സ് നമ്മളിങ്ങനെ പർച്ചേസ് ചെയ്യുന്നുണ്ടെങ്കിൽ അത് മറ്റൊരു സൈനാണ് നമ്മുടെ വീട്ടിൽ ആവശ്യത്തിൽ കൂടുതൽ സാധനങ്ങളുണ്ട്. അത് ഒഴിവാക്കുന്നതാണ് കൂടുതൽ ഓർഗനൈസേഴ്സ് വാങ്ങിക്കുന്നതിലും ഏറ്റവും നമുക്ക് സമയം കിട്ടുമ്പോൾ നമ്മൾ ശരിക്കും ഒന്ന് അനലൈസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കുള്ള സാധനങ്ങൾക്ക്, നമ്മുടെ കയ്യിലുള്ള സാധനങ്ങൾക്ക് ഒന്നിൽ കൂടുതൽ മൾട്ടിപ്പിൾ ആയിട്ടുള്ള സാധനങ്ങൾ നമ്മുടെ കയ്യിലുള്ളതായിട്ട് കാണാം. ഇപ്പോൾ എൻ്റെ തന്നെ ബ്ലാക്ക് ഷോളിൻ്റെ ഒരുപാട് കളക്ഷൻസ് ഉണ്ട്. അതുപോലെ ഷോളുകളാണെങ്കിലും നമ്മൾ ഇപ്പോൾ ചുരിദാർ പോയാലും ഷോളുകൾ ചിലപ്പോൾ കളയില്ല. അപ്പോൾ അതിങ്ങനെ എന്തെങ്കിലും ആവശ്യം വരും എന്ന് ഓർത്തിട്ട് എടുത്ത് വെച്ച് ഷോളുകളുടെ ഒരുപാട് കളക്ഷൻ ഉണ്ട്. അപ്പം ഒരു പരിധി കൂടുതൽ കഴിഞ്ഞാൽ നമുക്ക് സ്റ്റോറേജ് സ്പേസ് ഉണ്ടാവില്ല. എല്ലാ വാർഡ്രോബിലും നമുക്ക് ഷോളുകൾ കുത്തിക്കയറ്റാൻ പറ്റും. അപ്പം പഴയത് എന്തായാലും നമ്മൾ ആർക്കെങ്കിലും കൊടുക്കുകയോ അല്ലെങ്കിൽ എന്തെങ്കിലും ചെയ്യുക, ഡിസ്പോസ് ചെയ്യുകയോ വേറെ എന്തെങ്കിലും യൂസ് ചെയ്യാൻ പറ്റുന്നതാണെങ്കിൽ അങ്ങനെ ചെയ്യുക. അപ്പോൾ എന്താണ് നമുക്ക് ചെയ്യാൻ പറ്റുമെന്ന് വെച്ചാൽ അത് ചെയ്യുക. ഇത് നമ്മുടെ കിച്ചൺ ഐറ്റംസിലും ഡ്രസ്സിലും ജ്വല്ലറിയിലും ആക്സസറീസിലും എല്ലാത്തിലും നമ്മളിത് ഈ ഒരു കാര്യം നമുക്ക്
ശ്രദ്ധിക്കണം, അതായത് മൾട്ടിപ്പിളായിട്ട് നമ്മൾ വാങ്ങുന്നുണ്ടോ എന്നുള്ളത്. പിന്നെ ഇങ്ങനെ ഒരുപാട് ഐറ്റംസ് ഉള്ളപ്പോൾ നമ്മൾ അത് ഓർഗനൈസ്ഡ് ആവാതെ വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ആവശ്യമുള്ളപ്പോൾ ഒരു സാധനം നോക്കിക്കഴിഞ്ഞാൽ നമ്മളത് കാണില്ല. ഇപ്പോൾ കിച്ചണിലാണെങ്കിൽ നമ്മളൊരു സോസ് ബോട്ടിൽ നോക്കും, അത് കിട്ടിയില്ലെങ്കിൽ നമ്മൾ വേറെ ഒന്ന് വാങ്ങിക്കും. അപ്പോൾ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ പഴയതുള്ളത് വേസ്റ്റാവും, നമ്മുടെ കാശ് വേസ്റ്റാവും, സമയം വേസ്റ്റാവും, ഒരുപാട് കാര്യങ്ങൾ വേസ്റ്റാവും. ഇനിയത്തെ ഒരു കാര്യമാണ് നമ്മളൊരു ഡംപിങ് സോൺ ഉണ്ടാക്കും. നമുക്ക് ധൃതിയാവുമ്പോൾ നമുക്ക് പെട്ടെന്ന് എടുത്തു വെക്കാൻ സ്ഥലമില്ലാതെ കാണുമ്പോൾ നമ്മൾ അധികം ശ്രദ്ധയില്ലാത്തൊരു സ്ഥലത്ത് നമ്മൾ ഒരു സ്റ്റോർ ചെയ്യാൻ തുടങ്ങും. ചിലപ്പോൾ സ്റ്റെയേഴ്സിൻ്റെ അടിയിലാവാം, വാഷ് ഏരിയയിലാവാം. നമുക്ക് കിട്ടുന്ന സ്റ്റോറേജ് ഏരിയയിലൊക്കെ നമ്മൾ മാറ്റേണ്ട സാധനങ്ങൾ കൊണ്ടിടും. അപ്പം അതൊരു ഡംപിങ് സോണായിട്ട് മാറും. മിക്കവാറും ആവശ്യമില്ലാത്ത സാധനങ്ങൾ നിറയുമ്പോൾ അവിടെ കൂടുതൽ കൊതുക് വരാനും ആവശ്യമില്ലാത്ത പൊടി പിടിക്കാനും എല്ലാം അങ്ങനെ ഒരുപാട് പ്രോബ്ലംസ് ഉണ്ടാവുകയും ചെയ്യും. മിക്ക വീടുകളിലും നോക്കുവാണെങ്കിൽ ചിലപ്പോൾ ഒരു സ്റ്റോറേജ് റൂം ഇങ്ങനെ ഒരു ഡംപിങ് യാർഡ് പോലെ കിടക്കുന്നത് കാണാം. അപ്പോൾ അങ്ങനെ വരാതെ ആവശ്യമില്ലാത്ത സാധനങ്ങൾ അപ്പോൾ നമ്മൾ റിമൂവ് ചെയ്യുകയാണെങ്കിൽ ഈ ഒരു പ്രശ്നം ഉണ്ടാവാതെ നോക്കാം. പിന്നെ എപ്പോഴും നമ്മൾ സ്പേസ് നോക്കിക്കൊണ്ടേയിരിക്കും. നമ്മൾ ടേബിളിൽ, കബോർഡിൽ, വാർഡ്രോബിൽ ഇതൊക്കെ വെച്ച് കഴിഞ്ഞ് എക്സ്ട്രാ വേണ്ടി വരുമ്പോൾ നമ്മൾ സാധനങ്ങൾ താഴെ ഇടാൻ തുടങ്ങും. അപ്പോൾ ആവശ്യമില്ലാത്ത ഐറ്റംസ് നമ്മൾ എടുത്തു വയ്ക്കുന്നത് കൊണ്ടാണ് ഈ സ്പേസിൻ്റെ പ്രശ്നം വരുന്നത്. അപ്പോൾ നമ്മൾ സാധനങ്ങൾ കുറയ്ക്കുകയാണെന്നുണ്ടെങ്കിൽ അതിനനുസരിച്ച് നമുക്ക് ഓർഗനൈസേഴ്സ് കുറയ്ക്കാം, സ്പേസ് സേവ് ചെയ്യാം. അപ്പോൾ നമുക്ക് കൂടുതൽ സ്പേസ് ഉണ്ടാവുകയും ചെയ്യുന്നു. അതുപോലെ ക്ലീൻ ചെയ്യാനും കുറേയും കൂടി ഈസി ആവുന്നു. അതുപോലെ ഓർഗനൈസ്ഡ് ആയിട്ടിരുന്നാൽ ഒരുപാട് കാശ് സേവ് ചെയ്യാനും നമുക്ക് പറ്റും. വേസ്റ്റായി പോകുന്നത് ഒഴിവാക്കാനും നമുക്ക് പറ്റും. വേറൊരു പ്രശ്നം നമ്മൾ നോട്ട് ചെയ്യേണ്ടത്, നമ്മളെപ്പോഴും സാധനങ്ങൾ എന്തെങ്കിലും കാണാതെ പോവും. അത്യാവശ്യ സമയത്ത് നോക്കിയാൽ സാധനങ്ങൾ കാണില്ല, നമ്മുടെ സമയം ഒരുപാട് പോവും. ചിലപ്പോൾ ഒരു പേപ്പർ ആയിരിക്കാം, എന്തെങ്കിലും ഒരു ഫയലായിരിക്കാം, അല്ലെങ്കിൽ ഒരു കീ ആയിരിക്കാം. അപ്പം നമ്മൾ ഫയൽ ചെയ്ത് വെക്കാതെ നമ്മളത് അവിടെ എവിടെയും കൊണ്ടുവന്നിടും. ഒരു കീ ആണെങ്കിൽ നമ്മളത് കീ ഹോൾഡറിൽ കീ ചെയിൻ ആക്കി ഇടുവാണെങ്കിൽ ഈ പ്രശ്നമൊന്നും ഉണ്ടാവില്ല. അതുപോലെ നമ്മൾ എന്തെങ്കിലും ഒരു ആവശ്യത്തിന് പോകുമ്പോൾ നമുക്കൊരു ബ്ലൂ ഷർട്ട് വേണം, അത് നോക്കിയാൽ അത് കിട്ടില്ല. അപ്പോൾ കൂടുതൽ സമയം ചിലപ്പോൾ ഒരു ഹാഫ് ഡേ അത് നോക്കി നമ്മൾ സമയം കളയും. അപ്പോൾ ഇങ്ങനെ ചെയ്യുന്നതിന് പകരം നമ്മൾ സാധനങ്ങൾ മാക്സിമം ഒഴിവാക്കിയിട്ട് നമുക്ക് യൂസ്ഫുൾ ആയിട്ടുള്ള സാധനങ്ങൾ വെക്കാൻ വേണ്ടി ശ്രദ്ധിക്കും. നമ്മുടെ വീട്ടിലെ കബോർഡിൻ്റെ അപ്പർ തട്ടുകൾ ഉണ്ടാവുമല്ലോ, നമ്മൾ വാർത്തിട്ടിട്ടുണ്ടാവും. അതുപോലെ അപ്പർ ഷെൽഫുകളിൽ നമ്മളധികം യൂസ് ഇല്ലാത്ത സാധനങ്ങളാണല്ലോ വെക്കുക, അല്ലെങ്കിൽ നമ്മൾ വല്ലപ്പോഴും എടുക്കുന്ന സാധനങ്ങൾ അങ്ങനെ കാറ്റഗറൈസ് ചെയ്താണല്ലോ വെക്കുന്നത്. പക്ഷേ നമ്മൾ എന്ത് ചെയ്യുന്നു വെച്ചാൽ ഇങ്ങനെ എപ്പോഴെങ്കിലും യൂസ് വരുമെന്ന് വെച്ചിട്ട് ഇങ്ങനെ നമുക്ക് തീരെ ആവശ്യമില്ലാത്ത സാധനങ്ങളും നമുക്ക് കളയാൻ മടിയായിട്ട് നമ്മൾ ആ മേലെയുള്ള ഭാഗത്തോട്ട് അങ്ങ് വെക്കും. അപ്പോൾ എന്ത് പറ്റും, ആ അപ്പർ സ്പേസ് മുഴുവൻ അങ്ങ് ഫുള്ളാവും. ശരിക്കും പറഞ്ഞാൽ ആ അപ്പർ സ്പേസ് നമുക്ക് സീസണലായിട്ട്, അതായത് വുളൻ ക്ലോത്ത്സ്, അതുപോലെ നമ്മൾ യാത്രയ്ക്ക് ഉപയോഗിക്കുന്ന സ്യൂട്ട് കേസുകൾ, ഇങ്ങനെയുള്ള ഐറ്റംസ് വെക്കാനാണ് നമ്മൾ കുറച്ച് ആ ഷെൽഫുകൾ യൂസ് ചെയ്യുന്നത്. പക്ഷെ നമ്മൾ എന്ത് ചെയ്യും, നമുക്ക് തീരെ വേണ്ടാത്ത സാധനങ്ങൾ അല്ലെങ്കിൽ നമുക്കിങ്ങനെ ഒഴിവാക്കുന്ന സാധനങ്ങൾ എടുത്തിട്ട് എപ്പോഴെങ്കിലും ആവശ്യം വരും എന്ന് ഓർത്തിട്ട് വീണ്ടും അവിടെ കൊണ്ടുപോയി വെക്കും. അപ്പോൾ അത് എപ്പോഴും ഫുള്ളായിട്ട് ഇങ്ങനെ ഇരിക്കുന്ന ഒരു കാര്യമുണ്ടോ എന്ന് നമ്മൾ നോക്കുക. അങ്ങനെയുള്ള സാധനങ്ങളെല്ലാം തന്നെ ഒന്ന് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക. നമ്മുടെ മിക്ക വീടുകളിലെയും ഒരു പ്രശ്നമാണ്, ഡൈനിങ് ടേബിളാണ് നമ്മൾ സ്റ്റോറേജ് സ്പേസ് ആയിട്ട് ഉപയോഗിക്കുക. പുറത്തുനിന്ന് വന്നു കഴിഞ്ഞാൽ നമ്മൾ സിറ്റിംഗ് റൂമിൽ ചിലപ്പോൾ ഇടില്ല, ഡൈനിങ് റൂമിൻ്റെ ആ ഡൈനിങ് ടേബിളിൽ കൊണ്ടുപോയി നമ്മൾ ഗ്രോസറി പർച്ചേസ് ചെയ്തത് കൊണ്ടുവന്ന് വയ്ക്കും. കുട്ടികൾ സ്കൂളിൽ നിന്ന് വന്ന ബുക്സ് എടുത്ത് വയ്ക്കും, സ്കൂളിൽ നിന്ന് വന്ന ലഞ്ച് ബോക്സ് അവിടെ എടുത്ത് വയ്ക്കും, ടോയ്സ് എടുത്ത് വയ്ക്കും. അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ നമ്മുടെ ഡൈനിങ് ടേബിള് ഡൈനിങ് ടേബിളിലാണ് കൊണ്ടുവന്ന് വയ്ക്കുന്നത്. അപ്പം വീട് ചെറുതോ വലുതോ അതൊന്നും പ്രശ്നമല്ല. നമ്മൾ ഇങ്ങനെ ചെയ്യുന്നത് നമ്മൾ ഒഴിവാക്കുക. എന്നിട്ട് ഈ ഡൈനിങ് ടേബിളിൽ നിന്ന് നമ്മൾ സാധനങ്ങൾ മാറ്റുന്നത് ഒരു ഹാബിറ്റാക്കി മാറ്റാം. ആ ഒരു സ്പേസ് നമ്മുടെ ഫാമിലിക്ക് വന്ന് സമാധാനമായിട്ട് ഭക്ഷണം കഴിക്കാനുള്ളൊരു സ്ഥലമാണ്, അല്ലാതെ നമുക്ക് ഒരു ഡംപിങ് സോണായിട്ട് മാറ്റാനുള്ള സ്ഥലമല്ല. അപ്പം അത് നമ്മൾ എപ്പോഴും മനസ്സിലാക്കണം. നമ്മുടെ ഫാമിലീനെ ഒന്ന് പറഞ്ഞ് മനസ്സിലാക്കുമ്പോഴത്തേനും ആ ഒരു സ്പേസും നല്ല നീറ്റായിട്ട് തന്നെ ഇരിക്കും. നമ്മുടെ വീട്ടിലെ പല സാധനങ്ങൾക്കും അതിൻ്റേതായിട്ടുള്ളൊരു സ്ഥലം ഇല്ലാതിരിക്കുക. നമ്മൾ പ്രോപ്പർലി ഓർഗനൈസ്ഡ് ആണെങ്കിൽ നമ്മുടെ വീട്ടിലെ എല്ലാ സാധനങ്ങൾക്കും ഒരു സ്ഥലം ഉണ്ടാവും. അപ്പോൾ ഇത് സാധനങ്ങൾ ഒരുപാട് ആവുമ്പോഴാണ് നമുക്ക് ഈ സാധനങ്ങൾ വെക്കാനുള്ള സ്ഥലം ഇല്ലാണ്ടിരിക്കുക. അപ്പോൾ നമ്മൾ മാക്സിമം
ക്ലട്ടേഴ്സ് അല്ലെങ്കിൽ ആവശ്യമില്ലാത്ത സാധനങ്ങൾ പയ്യെ പയ്യെ ഒഴിവാക്കി കഴിഞ്ഞാൽ നമ്മുടെ ഉള്ള സ്പേസിൽ നമുക്ക് ഒതുക്കി വയ്ക്കാനുള്ളൊരു സ്ഥലം ഉണ്ടാവും. അതുപോലെ നമ്മൾ ഈ സാധനങ്ങൾ അന്വേഷിച്ച് നടക്കുന്നത് കുറയ്ക്കാൻ പറ്റും. ഇപ്പം ആര് നമ്മളോട് വന്ന് ചോദിച്ചാലും ഒരു സാധനം എവിടെയാണെന്ന് ചോദിച്ചാൽ നമുക്ക് നേരെ പറയാൻ പറ്റും അവിടെയാണ് ഇരിക്കുന്നതെന്ന്. അതിന് ഓരോ സാധനങ്ങൾക്കും അതിൻ്റേതായിട്ടുള്ള സ്പേസ് ഉണ്ടെങ്കിൽ നമുക്ക് അങ്ങനെ കൃത്യമായിട്ട് പറയാൻ പറ്റും. അപ്പം നമ്മളങ്ങനെ കറക്റ്റായിട്ട് വെച്ചാൽ മാത്രമേ നമുക്ക് നമ്മുടെ കുട്ടികളെയും ഗൈഡ് ചെയ്യാനും എല്ലാം സാധിക്കുകയുള്ളൂ. അപ്പം നമ്മുടെ വീട്ടിൽ സാധനങ്ങൾ അധികം ഉണ്ടോ എന്ന് അറിയാനുള്ള കുറച്ച് സയൻസും കാര്യങ്ങളും അതുപോലെ ഡിക്ലട്ടറിങ്ങിൻ്റെ ഇമ്പോർട്ടൻസും എല്ലാം ഷെയർ ചെയ്തും കൊണ്ടുള്ളൊരു വീഡിയോ ആണ്. അപ്പോൾ വീട് ക്ലീൻ ചെയ്യാനും ഓർഗനൈസ്ഡ് ആയിട്ട് വെക്കാനും ഒരു മോട്ടിവേഷൻ തരുന്നൊരു വീഡിയോ ആയിട്ടാണ് ഇന്നത്തെ വീഡിയോ വരുന്നത്. എന്തായാലും എല്ലാവരും ഡിസേർവ് ചെയ്യുന്നുണ്ട് ഒരു ഓർഗനൈസ്ഡ് ആയിട്ടുള്ള സ്പേസ്. അപ്പോൾ അതിൻ്റെ ഒരു ഫസ്റ്റ് സ്റ്റെപ്പാണ് ഡീക്ലട്ടറിങ് എന്ന് പറയുന്നത്. നമുക്ക് ആവശ്യമില്ലാത്ത സാധനങ്ങൾ ഒഴിവാക്കുക എന്നുള്ളത്. അപ്പോൾ അതൊരു ഹാബിറ്റായിട്ട് നമ്മുടെ ലൈഫിൽ ഏറ്റെടുക്കുക. നമുക്ക് കിട്ടുന്ന കുട്ടി സമയങ്ങളുണ്ടാവില്ല ഇടയിൽ, അതിൽ ചെറിയൊരു സ്പേസ് നോക്കി വെച്ചിട്ട് നമുക്ക് വേണ്ടാത്ത സാധനങ്ങൾ ഒരു ബാസ്ക്കറ്റിനകത്തോട്ട് ആക്കി വയ്ക്കുക. എന്നിട്ട് സമയം കിട്ടുമ്പോൾ അത് ഒഴിവാക്കാൻ വേണ്ടി ശ്രമിക്കുക. നമ്മൾ റെഡിയാക്കി വെക്കുകയാണെങ്കിൽ നമ്മൾ പുറത്ത് പോകുമ്പോൾ അത് കൈമാറേണ്ട സ്ഥലങ്ങളുണ്ടാവുമല്ലോ, അവിടേക്ക് നമുക്ക് എളുപ്പം എടുത്തു വയ്ക്കാം. അല്ലാതെ നമ്മൾ ഇറങ്ങുന്ന സമയത്ത് തന്നെ നമ്മൾ സാധനങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ കിട്ടില്ല. അപ്പോൾ നേരത്തെ തന്നെ അത് ഡീക്ലട്ടറിങ് ചെയ്ത് നമ്മൾ ഒഴിവാക്കാൻ വേണ്ടി ശ്രമിക്കുക. അപ്പോൾ നമ്മുടെ സ്പേസ് കൂടുതൽ ഓർഗനൈസ്ഡ് ആക്കി മാറ്റാൻ ഹെൽപ്പ് ചെയ്യും. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും അപ്പോൾ നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാനും വേണ്ടി ശ്രമിക്കുക. അപ്പോൾ താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്. പുതിയ നല്ലൊരു വീഡിയോ ആയിട്ട് ഇനിയും കാണാം. അതുവരേക്കും ബൈ.